ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയായിരിക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ, അവരുടെ ഇമോഷൻസ്, അവരുടെ തോട്ട്സ് എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ചുള്ളത്. Okay, think about your person, think positively, deeply meditate. Okay, അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ഇമോഷൻസ്, ഫീലിങ്സ് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, ആ വ്യക്തിയുടെ ചിന്തകൾ, അവരുടെ ഇമോഷൻസ്, അവരുടെ ഫീലിങ്സ്, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്. ഓക്കെ, ടെമ്പിൾ പാത്താണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു മൊമെൻ്റാണ്, അവർ വളരെയധികം മെഡിറ്റേറ്റ് ചെയ്തിരിക്കുന്നൊരു മൊമെൻ്റാണെന്ന് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോരോ കാർഡ്സുകളായിട്ട് നോക്കാം എന്തൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലായിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ ആ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ ഒരുപാട് ആഴത്തിൽ ചിന്തിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകണമോ, അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ പിണങ്ങിയിരിക്കണമോ, ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത് എന്തിനാണ്, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ മറ്റൊരു മാറ്റം അവരുടെ ലൈഫിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. അവർക്ക് വളരെ ശക്തമായിട്ട് ഉള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സീക്രട്ട് നിങ്ങളോട് വെളിപ്പെടുത്താനുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. സോ അവർക്കൊരിക്കലും നിങ്ങളെ വിട്ടുപോകാനായിട്ട് കഴിയുന്നില്ല, ആ ഒരു രീതിയിൽ ചിന്തിക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവില്ല. യെസ്, ഡെഫിനറ്റ്ലി അവർ അതിൻ്റെ പേരിൽ ഒരുപാട് മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവർ വളരെ ഡീപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിരിക്കും. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരിപ്പോൾ ഒരുപാട് ടൈഡപ്പ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ ആഴ്ന്നിരിക്കുന്നൊരു സമയമാണ്. എന്ത് ഡിസിഷനാണ് ലൈഫിൽ എടുക്കേണ്ടത് എന്ന് പോലും അവർക്ക് നിശ്ചയം ഉണ്ടാവില്ല. അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പാത്തുകളുണ്ട്. ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാൻ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ സ്പിരിച്വലി വേക്കൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുന്നു നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങളുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് ലഭിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. ആൻഡ് യെസ്, തീർച്ചയായിട്ടും അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. ചില തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ ഓൾറെഡി അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തി. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഷുവറായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഈ വ്യക്തിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരുപാട് അട്രാക്ഷൻ ഉള്ളൊരു വ്യക്തി തന്നെയാണ്. അവരുടെ കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ഹെയറിൽ ഒരു പ്രത്യേകത ഉണ്ടാവാം, ലോങ് ഹെയർ ആയിരിക്കാം. ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എടുത്ത ആളുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ,
യെസ്, പക്ഷേ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശക്തമായിട്ടുള്ള എതിർപ്പുകളെ കാണുന്നുണ്ട്. അതായത് മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് വളരെ കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാനുള്ള ചാൻസസും പറയാവുന്നതാണ്. അത് വളരെ കുറച്ച് എനർജിയാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ അത് കാണുന്നത്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടിയും അവരിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരു അസന്തുലിതമായ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഇംബാലൻസിങ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളെയാണോ അവർക്ക് ഫാമിലിയാണോ ചൂസ് ചെയ്യേണ്ടത്. ഫാമിലിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് സന്തോഷകരമായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനു വേണ്ടിയുള്ള തടസ്സങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും പലർക്കും ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടിയെ കാണുന്നുണ്ട്. അതായത് ഫിനാൻഷ്യലി ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ തന്നെയായിരിക്കാം തേർഡ് പാർട്ടിയായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ പേരിൽ സെപ്പറേഷനിൽ പോകാണ്ട് വന്നിട്ടുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുമായിട്ടൊരു ഡിസ്റ്റൻസിൽ ഈ വ്യക്തി പോയിട്ടുണ്ടാവാം. അതല്ലാതെ കുറച്ച് പേർക്കാണെന്നുണ്ടെങ്കിൽ അതൊരു പേഴ്സൺ തന്നെയാണ് അവിടെ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ളൊരു മെയിൽ ക്യാരക്ടർ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. മസ്കുലിൻ എനർജിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് യെസ്, രണ്ടു പേർക്കും ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. രണ്ടുപേരും ആ ഒരു വെയിറ്റിംഗ് എനർജി തന്നെയാണുള്ളത്. ഒരു ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലല്ലാതെ തന്നെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ അത് ആ ഒരു എനർജിയിൽ നിന്നാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി. ആ ഒരു ചിന്ത ആ വ്യക്തിയിലുണ്ട്. വളരെ ശക്തമായിട്ട് തന്നെ ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിൽ ഓടിയെത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അവർ പിന്നിലേക്ക് പോകുന്നതായിട്ട്, അവർക്ക് എന്താണ് മൂവ് ചെയ്യാൻ കഴിയാത്തതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി അവർ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ അവരൊരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ എന്തായാലും അവർ സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, യെസ്, ഈ റിലേഷൻഷിപ്പിൽ അവരുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ അവർ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അവർ ഈ സമയത്ത് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. അവർ കഴിഞ്ഞു പോയ കാലങ്ങൾ ഓർക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ടൈം അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സ്പേസ് അവർക്ക് ഇപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മൊമെൻ്റ് എല്ലാം അവർ ഓർത്തെടുത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടർന്ന് പോകണം, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടോ ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന മൊമെൻറ്റ്സ് ആണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, അവർ എന്തോ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അറിയുമ്പോൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ജസ്റ്റിസ് ലഭിക്കും എന്നുള്ളതാണ്. യൂണിവേഴ്സ് ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും തന്നെയാണ് കാണുന്നത്. ഒരുപാട് പേർക്കും ഈ ഒരു തരത്തിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് തടസ്സങ്ങൾ തന്നെയാണ് കാണുന്നത്. പക്ഷേ മാസ്റ്റർ കാർഡ് നമ്മളെ വ്യക്തമാക്കി തരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയി കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന ഒന്ന് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേർക്ക് അതിനുള്ള പോസിറ്റീവ് സൈൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. എസ്പെഷ്യലി വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസ്, അല്ലെങ്കിൽ ട്വിൻ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് റെയിൻബോ സൈൻസ് കാണുന്നുണ്ടാവാം. ഏഞ്ചൽ നമ്പേഴ്സ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് 333 അല്ലെങ്കിൽ 1111 അല്ലെങ്കിൽ 777, ഈ നമ്പേഴ്സൊക്കെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 444, ഈ നമ്പേഴ്സിനൊക്കെയും പ്രാധാന്യമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്
കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം. നമ്പർ 6, നമ്പർ 10, നമ്പർ 12, നമ്പർ 21, 27, 29, നമ്പർ 17, നമ്പർ 9, 42, 31, 39, 23, 44, 62, 50, നമ്പർ 2. ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലെറ്റർ S, ലെറ്റർ A, ലെറ്റർ Y, ലെറ്റർ N, ലെറ്റർ G, ലെറ്റർ K, ലെറ്റർ W, ലെറ്റർ S, ലെറ്റർ P, ലെറ്റർ Z, ലെറ്റർ C, ലെറ്റർ F, ലെറ്റർ J, ലെറ്റർ K. ഈ ലെറ്റേഴ്സിനെല്ലാം തന്നെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി. പർപ്പിൾ കളറിനോട് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ പിങ്ക് കളർ, ഗോൾഡൻ യെല്ലോ കളർ, റെഡ് കളർ, ഗ്രീൻ കളർ ആൻഡ് ബ്ലാക്ക് കളർ, ഈ കളേഴ്സിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. പൈസസ്, ലിബ്ര, ക്യാൻസർ, സ്കോർപിയോ, ടോറസ്, വിർഗോ, അക്വേറിയസ്, ലിയോ എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട്. ഈ വ്യക്തി ഒരു ടീച്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. സോഷ്യൽ വർക്കർ ആയിരിക്കാം. ഗാർഡനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കാം. മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം. സ്പോർട്സ് മേഖലയിൽ ജോലിയുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു രംഗത്ത് ഒരുപാട് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കിയൊരു വ്യക്തിയായിരിക്കാം. ആർട്ടിസ്റ്റ് കാണുന്നുണ്ട്, ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗേഴ്സോ ഡാൻസേഴ്സോ അതുപോലെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. ഡ്രോയിങ്, പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന അതിനുള്ള ഹാബിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന വ്യക്തിയാവാനുള്ള സാധ്യതയുണ്ട്. ഷോർട്ട് ടെമ്പേർഡാണ്. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ട്. ഈഗോയിസ്റ്റിക് ആയിരിക്കാം ഈ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. ലോയർ ആവാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി. വൈറ്റ് കളറുള്ള ബേർഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ബട്ടർഫ്ലൈ സൈൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ്. ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.